ഒരു 54 വർഷത്തിന് ശേഷം നമുക്ക് വീണ്ടും ഈ ബംഗ്ലാദേശ് വിമോചന യുദ്ധം ഒന്ന് ആവർത്തിക്കേണ്ടതായിട്ട് വരും. നമ്മുടെ ജിയോ പൊളിറ്റിക്സ് നമ്മളെപ്പോഴും ഏറ്റവും കൂടുതൽ പറയുന്നൊരു വാചകമാണല്ലോ. അതിൽ നമ്മൾക്കൊരിക്കലും നമ്മുടെ അയൽവാസികളെ മാറ്റാൻ പറ്റുകയില്ല. കാരണം അത് അവിടെ ഉള്ളതാണ്. ഒന്നെങ്കിൽ നമ്മൾ മാറിപ്പോകണം, പക്ഷെ ഒരു രാഷ്ട്രത്തിന് മാറിപ്പോകാൻ പറ്റുകയില്ല, അവിടുത്തെ ജനതക്ക് മാറിപ്പോകാൻ പറ്റുകയില്ല. പിന്നെ എന്ത് ചെയ്യണം? അയൽവാസിയെ നമുക്ക് വേണമെങ്കിൽ പലായനം ചെയ്യാം, രാഷ്ട്രത്തിന് പറ്റില്ല, രാഷ്ട്രത്തിന് പറ്റുകയില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് അതിനെ പരുവപ്പെടുത്തണം. അതിന് ഈ ചിപ്പിയിൽ മണ്ണ് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിപ്പിക്കത് അതിന്റെ സോഫ്റ്റായ ടിഷ്യൂസിന് വലിയ വേദന ഉണ്ടാക്കും. ചിപ്പി എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കാർബൺ ഡെപ്പോസിറ്റുകൾ ചെയ്ത് അതിനെ മുത്താക്കി, അങ്ങനെയാണ് അനഘമായ മുത്ത് ഉണ്ടാവുന്നത്. എന്നതുപോലെ നമ്മൾക്ക് ഇത്ര നാളും നമ്മൾ അവരെ പല രീതിയിൽ ട്രീറ്റ് ചെയ്തു. എല്ലാ ട്രീറ്റ്മെന്റിലും അവരവരുടെ തനി സ്വഭാവത്തിൽ നിന്ന് മാറ്റം വരും. വെള്ളവും അരിയും കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആണ്. ചോറ് കഴിക്കണമെങ്കിൽ നമ്മൾ കൊടുക്കണം. ഈ കഴിഞ്ഞ ദിവസം യൂനിസ് ചോദിച്ചു, കുറഞ്ഞ വിലയ്ക്ക് ഒരു 50,000 ടൺ അരി തരുമോ? ഇതിനിടക്കാണ് ചോദിക്കുന്നത്. ഈ യൂനിസിന്റെ ഒരു പ്രത്യേകത കൂടെ പറയാം. അയാൾ ഭയങ്കര നിഷ്കളങ്കനായിട്ട് പുറമെ ഭാവിക്കുകയും ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന രീതിയിൽ നിൽക്കുകയും ഈ അക്രമങ്ങൾക്കും ഇന്ത്യ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്കും എല്ലാം പിന്തുണ കൊടുത്തിട്ട് ചൈനയിൽ പോയിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് പോർട്ട് തരാം, അമേരിക്കയോട് സെന്റ് മാർട്ടിൻ ഐലൻഡ് തരാം, പാകിസ്ഥാനോട് നമുക്ക് ഒന്നിച്ച് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്യും. ഇതെല്ലാം രഹസ്യമാണെന്നാണ് ഇയാളുടെ ധാരണ. ഇന്ത്യൻ രഹസ്യാന്വേഷണ സംവിധാനവും അതേപോലെ തന്നെ ലോകത്തെ മാധ്യമങ്ങളും ഒക്കെ ഇതിന് വളരെ വിശദമായിട്ട് തന്നെ ഇയാളുടെ ഈ നീക്കങ്ങളെ വെളിച്ചത്ത് കൊണ്ടുവരുന്നുണ്ട്. കാരണം മാമാപ്പണി ചെയ്യുന്ന ആൾക്കാരെ പോലെ രണ്ടു വശത്തും ചെന്ന് അതാണ് അയാൾ ചെയ്യുന്നത്. അയാൾ അടിസ്ഥാനപരമായ ഒരു അമേരിക്കൻ ഏജന്റാണ്. പിന്നെ ഇയാൾക്ക് ബംഗ്ലാദേശിൽ എന്താ സ്ഥാനം? ബംഗ്ലാദേശിൽ ഇയാൾക്ക് നോബൽ സമ്മാനം ഒപ്പിച്ചു കൊടുത്തത് കൊണ്ടുള്ള ഒരു അഡ്രസ് അല്ലാതെ വേറെ അഡ്രസ് ഒന്നും ഉള്ള ഒരാളല്ല. അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇയാളെ അല്ല അവരത് അംഗീകരിക്കുന്നുമില്ല. ഇപ്പൊ നാഥനിലെ കളരി പോലെയാണ്, അയാൾക്ക് അവരുടെ നിയന്ത്രിക്കാനും പറ്റുന്നില്ല. ഈ സന്ദർഭത്തിൽ ബംഗ്ലാദേശ് ഇങ്ങനെ പിടിവിട്ട് മുന്നോട്ട് പോയാൽ ഈ നമ്മളുടെ കാലിലൊരു മുള്ളു തറച്ചാൽ അത് ഇരിക്കുന്ന എത്രയും നാൾ നമ്മൾക്കതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഒരു മുറിവ് വ്രണമാകും, പഴുത്ത് വേറെ ഏറെ അവയവങ്ങളിലേക്ക് അത് ബാധിക്കും. അതെ, എന്നതുപോലെ സാർ പറയും. ഇപ്പോ നമ്മുടെ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം, സമാനമായ ഒരു സാഹചര്യം വന്നിരിക്കുക. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം അതിന്റെ പരകോടിയിൽ അമേരിക്കയുടെ ധാർഷ്ട്യങ്ങളെയും ഒന്നും വകവയ്ക്കാതെ കൊണ്ട് അതിന്റെ മുന്നോട്ട് പോവുകയാണ് കൂടുതൽ സമഗ്രമായി. ഇപ്പൊ ഏറ്റവും ഒടുവിലെ ഇന്ത്യയിലെ റഷ്യൻ അംബാസഡർ ഇന്ത്യയൊന്നും പറയാതെ ശക്തമായ ഭാഷയിൽ താക്കീത് കൊടുത്തിരിക്കുക. ഇന്ത്യയുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കും, പ്രശ്നങ്ങൾ തീർക്കണം എന്നാണ്. പ്രശ്നങ്ങൾ തീർത്തില്ലെങ്കിൽ ഞങ്ങൾ തീർക്കുമെന്നാണ് റഷ്യ പറയുന്നതിൻ്റെ അർത്ഥം. അവരിപ്പോൾ വെറുതെ അല്ല, ലോകത്തിലെ ഏറ്റവും ശക്തമായ ആയുധ പ്രതിരോധം സൃഷ്ടിച്ച രാജ്യമാണ് റഷ്യ, സംശയമില്ല. S-500 ഇപ്പോൾ അവരെ കമ്മീഷൻ ചെയ്തിരിക്കുന്നു. യുദ്ധരംഗത്ത് അത് പ്രവർത്തിച്ചു തുടങ്ങുന്നു. അമേരിക്ക ഇതിനെക്കുറിച്ച് സ്വപ്നം കാണുന്നതേ ഉള്ളൂ, ആ ഗോൾഡൻ ഡോം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സമയത്താണ് ഇവർ മുന്നേ അഡ്വാൻസ്ഡ് ആയിട്ട് അത് കൈക്കലാക്കി. അമേരിക്ക ഏൽപ്പിച്ച സാങ്ഷൻസ് ഒന്നും ഒട്ടും ഏശിയിട്ടില്ല റഷ്യയെ. എന്ന് മാത്രമല്ല, റഷ്യ ഈ രണ്ട് രാജ്യങ്ങളാണ് ഇന്ത്യയോട് ഏറ്റവും കൂടുതൽ സൗഹൃദം അങ്ങോട്ട് കാണിക്കുന്നതിലും കൂടുതൽ സൗഹൃദം ഇന്ത്യയോട് കാണിക്കുന്നത്. ഒന്ന് ഇസ്രായേൽ, അതുപോലെ മറ്റൊന്നാണ് ഈ റഷ്യ. അതേസമയം ഇന്ത്യ സൗഹൃദം കാണിച്ച രാജ്യം, ഏറ്റവും കൂടുതൽ സൗഹൃദം സ്വന്തം പട്ടാളക്കാരുടെ ജീവൻ കൊടുത്തിട്ട് നേടിയെടുത്ത രാജ്യമാണ് ബംഗ്ലാദേശ്. നന്ദി കെട്ട ആ രാജ്യം ഇന്ത്യയോട് കാണിക്കുന്നത് ഇന്ത്യൻ പൗരന്മാരെ അവിടെ ഇട്ട് പച്ചയ്ക്ക് കത്തിക്കുന്നതാണ്. പല മാസങ്ങളായിട്ട് തുടരുന്നു. പല വാണിംഗ് കൊടുത്തിട്ടും യാതൊരു രക്ഷയില്ല. അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നു, ഐക്യരാഷ്ട്ര സഭയുടെ സെക്രട്ടറി ജനറൽ പറയുന്നു, യാതൊരു പെരുമാറ്റവും ഇല്ല. അവിടെ മതമൗലികവാദികളെ, ജമാഅത്തെ ഇസ്ലാമിയെ കെട്ടഴിച്ചു വിട്ടിരിക്കുകയാണ്. പണ്ടിവിടെ മാപ്പിളലകളെ കാലത്ത് നടന്നതുപോലുള്ള കാര്യങ്ങളാണ് ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സഹിക്കാൻ വയ്യാതായിരിക്കുന്നു. അപ്പോൾ ഇന്ത്യക്ക് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി വരെ അതിനെ അപലപിച്ചിരിക്കുന്നു. അപ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരു ഘട്ടത്തിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും റഷ്യയുടെ സഹായമില്ലാതെ തന്നെ ഇത് ഒതുക്കാവുന്നേ ഉള്ളൂ. ചിറ്റകോങ്ങിൽ കൂടി ഒരു പട്ടാള പ്രവേശനം മാത്രം മതി, വേറൊന്നും വേണ്ട. 4 ചുറ്റും വളയേണ്ട കാര്യമൊന്നുമില്ല. ബംഗ്ലാദേശ് തീർന്നു, അതിൻ്റെ ജീവൻ നിലച്ചു. കുപ്പിക്കഴുത്താണ് കാരണം അത് ഇന്ത്യയുടെ ഭാഗമാവേണ്ട ഭാഗമാണ്. അപ്പം പാകിസ്ഥാൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇത് മിസൈലുകൾ ഇന്ത്യയിലേക്ക് വരും. എൻ്റെ മിസൈലൊക്കെ നമ്മൾ കണ്ടതാണല്ലോ, തടഞ്ഞിട്ടതുമാണല്ലോ. അതൊന്നും ഏൽക്കുകയില്ല. വേണ്ടി വന്നാൽ റഷ്യ
നമ്മൾ പറയാതെ തന്നെ ഇന്ത്യയുടെ സഹായത്തിനെത്തും. കാരണം ഇന്ത്യ ഈ സൗത്ത് ഏഷ്യയിലെ ഇന്ത്യ അവർക്കൊരു സുഹൃത്ത് വേണം. അവർക്ക് ഏറ്റവും പറ്റിയ സുഹൃത്ത് അമേരിക്കയെ നേരിടാനാണെങ്കിലും അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണെങ്കിലും അത് ഇന്ത്യ തന്നെയാണ്. അമേരിക്കയുടെ ഭീഷണികളെ വകവയ്ക്കാതെ വ്യാപാരവും അതുപോലെ തന്നെ സൈനിക സഖ്യവും ഉണ്ടാക്കുന്ന ഒരു രാജ്യമാണ് റഷ്യ. അതേ കൂറോടും അതേ നന്ദിയോടും കൂടി യുക്രൈൻ യുദ്ധത്തിൽ അവരെ സഹായിച്ചില്ലെങ്കിലും ഈ യുദ്ധത്തിൽ നമ്മളെ സഹായിക്കാനായിട്ട് അവരുണ്ടാവും. 1971 ഉണ്ടായതുപോലെ തന്നെ ഇല്ലേ? അതായത് ഇപ്പോൾ ഒരുപാട് രാജ്യങ്ങളും UN ഒക്കെ അവർക്ക് വാണിംഗ് കൊടുക്കുന്നു എന്ന് പറയുന്നത് ഇതൊക്കെ ലോകത്ത് എപ്പോഴും നടക്കുന്നതാണ്. എല്ലാ രാജ്യങ്ങളും ഇങ്ങനെ നിങ്ങളത് ചെയ്യരുത് കേട്ടോ, ചെയ്യുന്നത് മോശമായി പോയേ, ഇത് എന്താ ഇങ്ങനെ കാണിക്കുന്നത്, മോശം, ഇതൊക്കെ പറയും. പക്ഷേ ലോകത്ത് യുദ്ധങ്ങൾ അവസാനിക്കുക എന്ന് പറയുന്നത് സൈനിക ഇടപെടലിലൂടെയാണ് സാധാരണ സംഭവിച്ചിട്ടുള്ളത്. എവിടെയൊക്കെ ഇപ്പൊ കുവൈറ്റിനെ സദ്ദാം ഹുസൈനെ ആക്രമിച്ചപ്പോൾ വെറുതെ പ്രസ്താവനമായിട്ടിരുന്നിട്ടുണ്ടെങ്കിൽ ആക്രമണം നടക്കും. അമേരിക്ക അവിടെ വന്ന് ഇടപെട്ടത് കൊണ്ട്, അമേരിക്കൻ ട്രൂപ്പ് അവിടെ വന്നത് കൊണ്ടാണ് കുവൈറ്റിന് മോചനം കിട്ടിയത്. എന്നതുപോലെ ഇന്ത്യക്ക് ഈ പറയുന്ന പ്രദേശത്ത് ഇടപെടാതെ ശാശ്വതമായി ഇന്ത്യക്ക് സമാധാനം കിട്ടുകയില്ല. അപ്പൊ യുദ്ധസന്നദ്ധമായ രീതിയിൽ കാര്യങ്ങളെല്ലാം ഇന്ത്യ നീക്കി വെച്ചിരിക്കുകയാണ്. ആ നീക്കത്തിലൂടെ അവസാനം ബംഗ്ലാദേശിൽ ഒരു പാവ ഗവൺമെന്റ്, നോർമലി ഇപ്പോഴത്തെ നമ്മുടെ അഭയം തേടിയിരിക്കുന്ന മുൻ ബംഗ്ലാദേശ് പ്രസിഡന്റ് ഷെയ്ഖ് ഹസീന അല്ലേ, അവര് ആക്ച്വലി ഇന്ത്യയോട് വളരെ വിധേയത്വം കാണിച്ചിരുന്നെങ്കിൽ അവർ സ്വതന്ത്രമായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. അവർ വിധേയത്വം കാണിച്ചതിന്റെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ബംഗ്ലാദേശിന്റെ 4 ചുറ്റും കിടക്കുന്ന, കുറച്ച് സമുദ്രഭാഗം ഒഴിച്ചാൽ 4 ചുറ്റും കിടക്കുന്ന ഇന്ത്യയാണ്. പിന്നെ ഒരു മ്യാൻമാറുമായിട്ട് ഒരു ചെറിയ അതിരുണ്ട്. ഇത്രയും അതിരിൽ നമ്മൾ ചുറ്റും ഇന്ത്യയുടെ ആകൃതിയിൽ തന്നെ കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ ബംഗ്ലാദേശ്. അവർക്ക് ആ രാജ്യം ഉണ്ടായതിനു ശേഷം എന്തിനും ഇന്ത്യയെ ആശ്രയിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇന്ത്യ കൈയച്ച് ഒരു സംസ്ഥാനത്തിന് എന്താണോ നമ്മൾ ചെയ്യുന്നത് അതിനേക്കാൾ കൂടുതലായിട്ടാണ് ബംഗ്ലാദേശിനെ നമ്മൾ സംരക്ഷിച്ചുകൊണ്ടിരുന്നത്. ആ രാജ്യത്ത് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബംഗ്ലാദേശ് അത് വികസനത്തിലേക്കൊക്കെ പോയിരുന്നു. പക്ഷെ കുഴപ്പം എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതീവ മതബോധമുള്ള അല്ലെങ്കിൽ മതഭ്രാന്തുള്ള ഒരു ജനവിഭാഗമാണ് ഇവിടെയുള്ളത്. അവിടുത്തെ ജനപ്പെരുപ്പം എന്ന് പറയുന്നത് ആഗോള ശരാശരിയേക്കാൾ കൂടുതലാണ് നിൽക്കുന്നത്. ഭയങ്കര അധികം ജനങ്ങൾ പെരുകുമ്പോൾ ഒരു ചെറിയ രാഷ്ട്രത്തിന് ഈ ജനങ്ങൾക്ക് എല്ലാവർക്കും വെൽഫെയർ കൊടുക്കാനായിട്ട് പറ്റുകയില്ല. സ്വാഭാവികമായിട്ടും അവരവിടെ അസംതൃപ്തരാകും. അങ്ങനെയുള്ള ഇടത്തും മത നേതാക്കന്മാർ വന്നിട്ട് മതത്തിലൂടെയേ മോചനമുള്ളൂ എന്ന രീതിയിൽ ഉദ്ബോധനം നടത്തുമ്പോൾ ഈ ദാരിദ്ര്യവും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും നിറഞ്ഞ അവസ്ഥയിൽ നിന്ന് മതത്തിലേക്ക് ചെന്നാൽ മാറാൻ പറ്റുന്ന രീതിയിൽ മതദീനിബോധത്തോടു കൂടി നിരവധി ആൾക്കാർ ആ വഴിക്ക് പോകും. അങ്ങനെ നിരന്തരമായി രാജ്യത്ത് ഉൽപാദന പ്രക്രിയ മന്ദീഭവിക്കുകയും തൊഴിലവസരങ്ങൾ കുറയുകയും വരുമാനം കുറയുകയും അരക്ഷിതാവസ്ഥയും ദാരിദ്ര്യവും കൂടുമ്പോൾ ആരാണോ ക്ഷണിക്കുന്ന ആ വഴിയിലേക്ക് പോകും. അങ്ങനെ മതപരമായ ഒരു ഇൻവിറ്റേഷനിലൂടെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഇന്ന് മുസ്ലിം രാഷ്ട്രങ്ങളെ എല്ലാം എടുത്ത് പരിശോധിച്ചാലും ഏറ്റവും കൂടുതൽ മതവേഷം കർശനമായിട്ട് ധരിക്കുന്ന ഒരു ജനവിഭാഗമുള്ളത് ഈ പറയുന്ന ബംഗ്ലാദേശിലാണ്. നമ്മൾക്ക് അവിടുത്തെ കുട്ടികളെ മുതൽ പ്രായമായ ആൾക്കാരെ വരെ തലയിൽ തൊപ്പി വെക്കാതെ കാണാൻ പറ്റുകയില്ല, സാധാരണ സ്ഥലത്തോ വീട്ടിലോ പോലും. അതോടൊപ്പം പറയുന്ന കറുപ്പാണെന്ന് മാർക്സ് പറഞ്ഞത് ശരിയാണെന്ന് അവരത് നന്നായിട്ട് അധിനിവേശം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിലും മീശ മുളച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാനിപ്പോ എൻ്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് അതല്ല. ഇപ്പോ റഷ്യ ഇന്ത്യയെ സഹായിച്ചാൽ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ചൈന ബംഗ്ലാദേശിന്റെ സഹായത്തിന് വരില്ല. കാരണം ചൈനക്ക് അവിടെ പ്രത്യേക റോളുമില്ല. ചൈന അവിടെ വന്നിട്ടുണ്ട്. അല്ല, 1971 യുദ്ധത്തിൽ മാവോ സേതുങ് പറഞ്ഞത് ധാക്കയുടെ പതനം ഇന്ത്യയുടെ പതനത്തിന്റെ ആരംഭമാണ്. അതുപോലെ തന്നെ 7ാം കപ്പൽപ്പട കടലിനൂറ്റ് കൊണ്ടിട്ടിട്ട് ഇന്ത്യയെ പേടിപ്പിക്കുക മാത്രമല്ല, INS കുക്രി എന്ന് പറയുന്ന ഇന്ത്യയുടെ കപ്പൽ മുഖ്യത് പാകിസ്ഥാനല്ല, അതിനുള്ള ശേഷി അവർക്കില്ല. അത് അമേരിക്കയായിരുന്നു. സാറേ, അന്നത്തെ ഇന്ത്യയല്ല ഇന്നത്തെ ഇന്ത്യ. മാവോ സേതുങ് അന്ന് സംസാരിച്ച കാലത്തെയും 62 യുദ്ധത്തിന്റെയും കാലത്തിലുള്ള ഒരു ഇന്ത്യയിലല്ല ഇന്ന് ചൈന ഇന്ത്യയെ കാണുന്നത്. ഇന്ന് ഇന്ത്യക്കെതിരായിട്ടുള്ള നീക്കം ബംഗ്ലാദേശിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ചൈനയുടെ അവസാനത്തിന്റെ തുടക്കമാക്കാനുള്ള ശേഷിയുണ്ട് ഇന്ത്യക്ക്. അത് നിസ്സാരമായ കാര്യമല്ല. അവർക്ക് വെറുതെ സ്വപ്നം കാണാം.
അപ്പോൾ ഒരു രാജ്യം അവരുടെ ഡിപ്ലോമസി രൂപീകരിക്കുന്ന അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയാണ്. ഈ ബംഗ്ലാദേശിൽ ഒരു ടാക്ടിക്കൽ ഇൻട്രസ്റ്റ് അവർക്കുണ്ടാകും, ഇന്ത്യക്ക് വേണമെങ്കിൽ ഒരു തലവേദന ഉണ്ടാക്കാൻ. അതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ മുറിവിനെ നമ്മൾ തുന്നി കെട്ടണം. നമ്മൾക്ക് അവിടെ ഷേഖ് ഹസീനയെ വീണ്ടും കൊണ്ടുചെല്ലണം. കൊണ്ടുചെല്ലണമെങ്കിൽ ഇന്ത്യ ഒരു സൈനിക നടപടിയിലൂടെ മാത്രമേ കൊണ്ടുചെല്ലാം. അവരെ അങ്ങോട്ട് ഇതിനുണ്ടെ കൊന്നുകളയും. ഈ ഭരണകൂടത്തെ ഇല്ലാതാക്കി ഒരു സൈനിക നടപടി നടത്തി ഭരണകൂടത്തെ ഇല്ലാതാക്കിയിട്ട് അവിടെ ഷേഖ് ഹസീന വീണ്ടും വരും. അതീവ വിധേയത്വമുള്ള, ഇന്ത്യ എന്ത് പറഞ്ഞാലും അവരുടെ ജീവൻ രക്ഷിച്ചതാണ്. 100% ചെയ്യാവുന്ന ഒരു പാവ ഗവൺമെന്റിനെ പണ്ട് അമേരിക്ക പല രാജ്യങ്ങളിലും അല്ലെങ്കിൽ സദ്ദാമിന് ശേഷം ഇവിടെ ഇറാഖിൽ പോലും ചെയ്ത പോലുള്ള ഒരു സംവിധാനം നമ്മൾ കൊണ്ടുവരും. ഇതിന് നമ്മളോടൊപ്പം റഷ്യ 100% ഉണ്ടാകും എന്നുള്ളതിന്റെ മുന്നറിയിപ്പ് വാചകമാണ് കഴിഞ്ഞ ദിവസം ഈ റഷ്യയുടെ സ്ഥാനപതിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലായത്. ഈ ചിലപ്പോഴും ഈ പലപ്പോഴും മുന്നറിയിപ്പുകൾ, കാലത്തിന്റെ ചുവരെഴുത്തുകൾ പോലെ മുന്നറിയിപ്പുകൾ ഉണ്ടാകും. അത് പലരും അവഗണിക്കും. അവഗണിക്കുന്നവരുടെ ശിക്ഷ വിധിയാണ്, അത് ഏറ്റുവാങ്ങുക എന്നുള്ളതാണ്. ഇന്ത്യ മിലിറ്ററി സജ്ജമായിരിക്കുന്നു. ഏത് നിമിഷവും അഫ്ഗാന്റെ 2ാമത്തെ വിമോചനം ഇന്ത്യയിലൂടെ, ബംഗ്ലാദേശിന്റെ വിമോചനം അത് ഉണ്ടാക്കിക്കൊടുത്ത രാജ്യവും ആദ്യം പാകിസ്ഥാനിൽ നിന്ന് മോചിപ്പിച്ച രാജ്യവും ഇന്ത്യയാണെങ്കിൽ, 2ാമത് ഈ ഭീകര ഭരണകൂടത്തിൽ നിന്ന് അതിനെ മോചിപ്പിച്ച് ഇന്ത്യയുടെ ഇൻട്രസ്റ്റിനെ ഹനിക്കാത്ത രീതിയിലുള്ള ഒരു ഭരണകൂടം അവിടെ സ്ഥാപിക്കാനുള്ള നടപടികൾ ഇന്ത്യൻ മിലിറ്ററി ഓപ്പറേഷൻസ് ഏകദേശം പൂർണ്ണമാക്കി വെച്ചിരിക്കുകയാണ്. ഒരു താമസവും ഇല്ല കാര്യം. അത് ആവർത്തിക്കും, ചരിത്രം ആവർത്തിക്കും എന്ന് പറയുന്ന പോലെ ഇത് പ്രഹസനമായിട്ടായിരിക്കത്തില്ല, ഇത് ചരിത്രമായിട്ട് തന്നെ ആവർത്തിക്കുന്ന ഒരു ചരിത്ര സംഭവം തന്നെയായിരിക്കും. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.